ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാറാണ് കേട്ടോ. ക്രിസ്മസ് സ്റ്റാറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ക്രിസ്മസ് ഒക്കെ അടുത്തെത്താറായല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രിസ്മസ് സ്റ്റാർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും പേപ്പർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സ്റ്റാർ എങ്ങനെ ചെയ്യണമെന്ന് അറിയണ്ടേ, നമ്മൾ നേരെ എവിടെ കിട്ടതാ. ഇനി നമ്മൾ ആദ്യത്തെ ചെയ്ത് തുടങ്ങാം കേട്ടോ. ആദ്യത്തെ നമ്മൾ ചെയ്യുന്നത് ചാർട്ട് പേപ്പർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചാർട്ട് പേപ്പർ നമ്മൾ രണ്ടായിട്ട് നമ്മൾ മടക്കിയതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ. വെട്ടിക്കൊടുക്കുമ്പം ഇങ്ങനെ ആയിരിക്കും കാണാനായിട്ട്. ഇനി നമ്മുടെ പണിയെന്ന് വെച്ചാൽ അതിനെ രണ്ടായിട്ട് മടക്കുക. ഒരു ചാർട്ട് പേപ്പർ കിട്ടണത് 4 ഷീറ്റാണ്. ഒരു A4 ഷീറ്റ് അത്രയ്ക്കുള്ള സൈസായിരിക്കും 4 ഷീറ്റാണ് കിട്ടുന്നത്. വേറൊരു ചാർട്ട് പേപ്പറും കൂടെ എടുത്ത് അതിൽ നിന്ന് ഒന്നും കൂടെ എടുക്കുക കേട്ടോ. അപ്പം മൊത്തം 5 എണ്ണമാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി നമ്മൾ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഒരു കോണിൻ്റെ ആകൃതിയിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കുമ്പം ബാക്കിയുള്ള പോർഷനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കണം. വെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ആ മടക്കി വെച്ചതിൻ്റെ ആ ഒരു പോർഷനില്ലേ, മടക്കി അവിടെ ഒരു പാട് കാണാൻ പറ്റും. ആ പാടിൻ്റെ അവിടെ വെച്ച് നമ്മൾ പേപ്പറിനെ ഫോൾഡ് ചെയ്താണ് കൊടുക്കേണ്ടത്. ആ ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഫോൾഡ് ചെയ്ത ഭാഗം ജസ്റ്റ് ഒന്ന് ഷാർപ്പാക്കി കൊടുക്കണം. ആ എഡ്ജ് ഷാർപ്പ് ചെയ്ത് ഇരിക്കാവൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആ സൈഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ 2 സൈഡും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പണിയെന്ന് വെച്ചാൽ ആ 2 സൈഡ് നമ്മൾ ഒരു സൈഡിൽ മാത്രം നമ്മൾ ഗ്ലൂ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തെങ്കിൽ നമ്മുടെ ഏകദേശമുള്ള പണി തീർന്നു. ഇതേപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 5 പേപ്പറിലും ചെയ്ത് ചെയ്യണം. ഇപ്പം നിങ്ങൾ കാണുന്ന ഉണക്കി വെച്ചാണ്. ഇതേപോലെ നമ്മൾക്ക് 5 എണ്ണം അങ്ങ് ഉണക്കി വെക്കാനുണ്ട്. ഇപ്പം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഉണക്കി വെച്ച ഒരു പീസ് എടുത്തിട്ട് ഇത് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് പോലെ 3 സെൻറ്റിമീറ്റർ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം 2 എഡ്ജസും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു വരിൻ്റെ ഒപ്പം തന്നെ സ്കെയിൽ വെച്ച് വരച്ച് വയ്ക്കുക. വരച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗം തന്നെ നമ്മൾക്ക് 1 സെൻറ്റിമീറ്റർ ആയിട്ട് മാർക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ സൈഡിലും 1 സെൻറ്റിമീറ്റർ ആയിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം വെട്ടി കൊടുക്കുക കേട്ടോ. 2 സൈഡിൽ ഞാൻ ഇപ്പോൾ വെട്ടുന്ന പോലെ വെട്ടിയിട്ട് സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ മടക്കിയതുപോലെ മടക്കിയിട്ട് ഇനി നമ്മൾ ജസ്റ്റ് വെട്ടി കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും അങ്ങനെ മടക്കാനുണ്ട്. മടക്കിയതിന് ശേഷം നമ്മൾ വെട്ടണ്ട കേട്ടോ. ഇതേപോലെ നമ്മൾക്ക് വേണ്ടത് 5 എണ്ണമാണ്. 5 എണ്ണം നമ്മൾ പേപ്പർ എടുത്ത് വെച്ച പോലെ 5 എണ്ണം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പണിയെന്ന് വെച്ചാൽ ഒന്നൊന്നായിട്ട് ജോയിൻ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ജോയിൻ്റ് ചെയ്യുന്ന പോലെ നമ്മൾ മടക്കി വെച്ച ഭാഗം മടക്കി വെക്കാത്ത ഭാഗത്തിലായിട്ട് ഗ്ലൂ ചെയ്താണ് ഒട്ടിക്കേണ്ടത്. ഇതേപോലെ നമ്മൾക്ക് 5 എണ്ണം നമ്മൾ ചേർത്ത് വെച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം 2 സൈഡും ഒന്ന് ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഗ്ലൂ ചെയ്തതിന് ശേഷം നമ്മളങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക.
പിന്നെ പറയാൻ മറന്നുപോയി, രണ്ട് സൈഡിലും നമ്മൾ മടക്കി വെച്ച ഭാഗത്ത് നിന്ന് കുറച്ച് വെട്ടാനുണ്ട്. ഞാനിപ്പോൾ വെട്ടിയതിന് ശേഷം അങ്ങനെ വെച്ചെങ്കിൽ നമുക്ക് വെക്കാൻ ഈസി ആയിരിക്കും. ഇതേപോലെ നമ്മൾക്ക് 5 എണ്ണവും അങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം കുറച്ച് നേരം അത് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ 5 എണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. 5 എണ്ണം ഇതേപോലെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പണിയെന്ന് വെച്ചാൽ ഒരു പഞ്ച് മെഷീൻ എടുക്കുക. പഞ്ച് മെഷീൻ നമ്മൾ അറിയാവുന്നതാണ്, ഒരു ഓട്ട ഇടാനുള്ള ഒരു സംഭവമാണ്. ആ ഒരു പഞ്ച് മെഷീൻ എടുത്തതിന് ശേഷം നമ്മൾ 2 സൈഡിലും ഓട്ട ഇട്ട് വയ്ക്കുക കേട്ടോ. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സാധാരണ ഒരു ഓട്ട ഇട്ടാൽ മതി. ഇനി നമ്മൾക്ക് ഓഫീസിലൊക്കെ ഒരു പേപ്പർ കെട്ടാനായിട്ട് ഒരു സംഭവമില്ലേ, ആ സംഭവം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. കെട്ടണ്ട, രണ്ടും കൂടെ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഡിസൈനല്ല, ഒരു ഓട്ടയൊക്കെ ഇട്ടെങ്കിൽ കുറച്ച് ഭംഗിയായിട്ടിരിക്കുന്നു വെച്ചിട്ട് നമ്മൾ പഞ്ചിങ് മെഷീൻ വെച്ച് നമ്മൾ ഓട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഓട്ട ഇടണമെങ്കിൽ ഓട്ട ഇടണ്ടേന്ന്. നമ്മൾ കുറച്ച് ചെറിയൊരു ഡിസൈനിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു ഓട്ട ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമില്ല. പിന്നെ ഇനി നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സ്റ്റാർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കെട്ടിത്തൂക്കണ ഒരു പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അവിടെ 0 വോൾട്ട് ബൾബ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പണിയെന്ന് വെച്ചാൽ ഇതങ്ങ് ജസ്റ്റ് ഒന്ന് തൂക്കിയിടുക, അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ കെട്ടി വെച്ചാണ്. ഇതിൽ എത്ര ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്രിസ്മസ് സ്റ്റാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടില്ല എത്ര സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സ്റ്റാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സ്റ്റാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതൊരു വിച്ചു വർഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. പ്രതീക്ഷയിൽ വിച്ചു വർഷം സൈനിങ് ഔട്ട്.